തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടും കമലാ ഹാരിസിന്റെ പ്രതികരണവും ഏറെ ചർച്ചാ വിഷയമാകുമ്പോൾ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ട്രംപിനെ കൊലപ്പെടുത്താൻ നോക്കിയത് ആരാണ്? ട്രംപിനെതിരായ വധശ്രമത്തിന് പിന്നിലെ കൈകൾ കടുത്ത യുക്രൈൻ അനുകൂലികളോ? ഓരോ വാർത്തയും പുറത്തു വരുമ്പോൾ അതിസൂക്ഷ്മതയോടെ നോക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയവും. മുൻ US പ്രസിഡന്റും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു വധശ്രമത്തിൽ നിന്നുകൂടി കഷ്ടിച്ച് രക്ഷപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതും കണ്ടതുമെല്ലാം. ഫ്ലോറിഡയിലെ ഒരു ഗോൾഫ് കോഴ്സിന് പുറത്തു വെച്ചായിരുന്നു സംഭവമെന്നാണ് FBI പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 53-കാരനായ റയാൻ വെസ്ലി എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ ട്രംപ് പൂർണ്ണമായും സുരക്ഷിതനാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പലരുടെയും ചോദ്യം ഇതായിരുന്നു: ആരാണ് റയാൻ വെസ്ലി റൂത്ത്? ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് കരോളിന ഗ്രീൻസ്ബറോയിൽ നിന്നുള്ള മുൻ നിർമ്മാണ തൊഴിലാളിയാണ് പിടിയിലായ റയാൻ റൂത്ത്. ഇയാൾക്ക് സൈനിക പശ്ചാത്തലമൊന്നും തന്നെ ഇല്ല എന്നാണ് വിവരം. എങ്കിലും റയാൻ റൂത്ത് കടുത്ത ട്രംപ് വിരോധിയും അതിലുപരി യുക്രൈൻ അനുകൂല നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ആളുമാണെന്നാണ് ലഭ്യമായ വിവരം. 2022 റഷ്യൻ അധിനിവേശത്തിന് ശേഷം യുക്രൈനു വേണ്ടി സായുധ പോരാട്ടത്തിൽ പങ്കെടുക്കാനുള്ള കടുത്ത ആഗ്രഹം ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. യുക്രൈനു വേണ്ടി പൊരുതി മരിക്കാനുള്ള സന്നദ്ധയും റൂത്ത് മുമ്പ് തന്റെ എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. അതും വലിയ ചർച്ച തന്നെയായിരുന്നു. ചൈനയെ സഹായിക്കണം എന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ബയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. കേവലം ഓൺലൈനിലൂടെയുള്ള ആഹ്വാനങ്ങളിൽ ഉപരി നേരിട്ട് പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളികളായിട്ടുണ്ട് എന്നാണ് വിവരം. 2023 ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാനും അഫ്ഗാൻ സൈനികരെ റിക്രൂട്ട് ചെയ്യുവാനുമായി യുക്രൈനിലേക്ക് താൻ യാത്ര ചെയ്തതായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. 2002 ഗ്രീൻസ്ബറോയിൽ നിന്ന് ആയുധവുമായി കെട്ടിടത്തിനുള്ളിൽ ബാരിക്കേഡ് തകർത്ത് കയറിയ കേസിലും മുൻപ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ. കടുത്ത വകുപ്പുകളൊക്കെയാണ് ചുമത്തിയതെങ്കിലും ഈ കേസിൽ പിന്നീട് ഇയാൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ വ്യക്തമല്ല എന്നാണ് വിവരം. ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിന് സമീപം സുരക്ഷാ സേന വെടിയുതിർത്തതോടെ റൂത്ത് ഒളിച്ചിരുന്ന ഇടത്തേക്ക് നിന്ന് ഓടി കയറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ദൃക്സാക്ഷികളുടെ സഹായത്തോടെ ഈ കാർ തിരിച്ചറിയുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമായിരുന്നു. സ്കോപ്പ് ഘടിപ്പിച്ച ഉയർന്ന ശക്തിയിലുള്ള AK-40 സ്റ്റൈൽ റൈഫിളും ഒരു ഗ്രോപ്പോ ക്യാമറയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. നേരത്തെ പെൻസിൽവാനിയയിൽ നിന്ന് ഒരു റാലി അഭിസംബോധന ചെയ്യവേ ട്രംപ് മറ്റൊരു വധശ്രമത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ഇതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയൊരു സംഭവം നടക്കുന്നത്. അക്രമി ദൂരത്ത് നിന്ന് സ്നൈപ്പറിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ട്രംപിന്റെ ചെവിക്ക് അന്ന് സാരമായി പരിക്കേറ്റിരുന്നു. ഇതോടെ FBI അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ്. എന്നാൽ തിങ്കളാഴ്ച ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുമായുള്ള ബന്ധം കൈവ് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. സംശയിക്കുന്നയാൾ യുക്രൈന്റെ പിന്തുണക്കാരനാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞത്. അവിടെ യുദ്ധം ചെയ്യാൻ വിദേശ സന്നദ്ധ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് അവനുമായി ഒരു ബന്ധമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രചാരണ ആവശ്യങ്ങൾക്കായി മോസ്കോ ഈ ലിങ്ക് പിടിച്ചുവെന്നും ആരോപിച്ചിരുന്നു. ക്രെംലിൻ അതിന്റെ ഭാഗത്ത് കൊലപാതക ശ്രമവും കെവിനുള്ള US പിന്തുണയും തമ്മിൽ ബന്ധമുണ്ടെന്നും സൂചിപ്പിച്ചിരുന്നു. എന്തു തന്നെയായാലും പല ഭാഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളാണ് ഇതിനോടകം തന്നെ പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ റൂത്തിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ് റൂത്ത്? എന്തിനു വേണ്ടി ഇത് ചെയ്തു? റൂത്തിന് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണ്? അതോ റൂത്ത് സ്വയം ഇത് ചെയ്തോ എന്നതാണ് മറ്റൊരു ഊഹാപോഹങ്ങൾക്കിടയിലുള്ള ചോദ്യം എന്ന് പറയുന്നത്.